നമ്മൾ ചർച്ച ചെയ്യുന്നത് പാറ്റകളുടെ പേരിൽ അക്രമാസക്തമായി നടക്കുന്ന സമരത്തെക്കുറിച്ചാണ്. ഈ സമരം വളരെ സമാധാനപരമായിട്ട് പാറ്റകൾ ആളില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമരം ചൂടാക്കിയെടുത്തത്, അതിന് പെട്രോൾ ഒഴിച്ചു കൊടുത്തത് സോനം വാങ്ചുക് എന്ന് പറയുന്ന വിദ്വാൻ ലഡാക്കിൽ നിന്ന് വന്നതിന് ശേഷമാണ്. ഇത്രയും കാര്യം എല്ലാവർക്കും അറിയാം. ഇനി ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നു. ഇത് ഉറപ്പായും നിങ്ങൾ കാണേണ്ടുന്ന ഒരു വീഡിയോ ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്കൊരു നഷ്ടവും വരുത്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണണം. ലഡാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ കേന്ദ്രഭരണ പ്രദേശമാണെന്ന് അറിയാമല്ലോ. അവിടെ കഴിഞ്ഞ വർഷം ഒരു വലിയ കണ്ടെത്തൽ നമ്മൾ നടത്തി. അവിടെ ഭൂമിക്കടിയിൽ 5.9 ദശലക്ഷം ടൺ ലിഥിയമുണ്ട്. ലിഥിയം എന്ന് പറയുന്നത് വൈദ്യുത സെല്ലുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന മൂലകമാണ്. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഉൾപ്പെടെ എല്ലാം അനിവാര്യമായ ഒന്നാണ് ലിഥിയം. ലിഥിയത്തിൻ്റെ ഏറ്റവും വലിയ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നിക്ഷേപങ്ങളിലൊന്നാണ് ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ സലാൽ ഹൈമാന എന്ന പ്രദേശത്ത് കണ്ടെത്തിയത്. അത് ക്ലേ രൂപത്തിലാണ്. അത് ഖനനം ചെയ്തെടുക്കണം. ഖനനം ചെയ്തെടുത്താൽ നമുക്ക് 40 ലക്ഷം കോടി രൂപ മതിപ്പ് വിലയുള്ള ധാതു സമ്പത്താണ് കാശ്മീരിൽ കണ്ടെത്തിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതിനിടയ്ക്ക് ഈ കഴിഞ്ഞ 2026 ഫെബ്രുവരി 20 ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കരാറിൽ ഒപ്പുവെച്ചു. പാക് സിലിക്ക എന്നാണ് ആ കരാറിൻ്റെ പേര്. അതായത് ഈ കരാറിൽ ഇന്ത്യക്ക് മുമ്പ് ഒപ്പുവെച്ചിട്ടുള്ള രാജ്യങ്ങൾ ജപ്പാൻ, സൗത്ത് കൊറിയ, ബ്രിട്ടൻ, അയർലൻഡ്, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, UAE, ഖത്തർ, അമേരിക്ക, പിന്നെ ഇന്ത്യയും കരാറിൽ ഒപ്പുവെച്ചു. എന്താണ് ഈ കരാറിൻ്റെ വ്യവസ്ഥ? ഇപ്പോൾ സെമി കണ്ടക്ടറുകളുടെയൊക്കെ കാര്യത്തിൽ വലിയ കുത്തക, തായ്വാനാണ് ലോകത്ത് അതിൻ്റെ രാജാവ്. കുത്തകയുള്ളൊരു രാജ്യം ചൈനയാണ്. ചൈനയെ മറികടക്കണം. അതായത് സിലിക്കോൺ അധിഷ്ഠിത ടെക്നോളജി, സെമി കണ്ടക്ടറുകൾ, ക്രിട്ടിക്കൽ മിനറൽസ്, ലിഥിയം ഉൾപ്പെടെയുള്ള മിനറൽസ്, എനർജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയവയുടെ വിതരണ ശൃംഖല സേഫ് ആക്കുക എന്നാണ് പാക് സിലിക്ക കരാറിൻ്റെ ഭാഗം. സത്യത്തിൽ ചൈനയ്ക്കെതിരെയുള്ള അമേരിക്കയുടെ മുൻകൈയിലുള്ള ഒരു നീക്കമാണ്. അതിൽ ഫെബ്രുവരി 2026 ഇന്ത്യ ഒപ്പുവെച്ചു. സ്വാഭാവികമായും ആർക്കാ ബുദ്ധിമുട്ടുണ്ടാവുക? ചൈനയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മുടെ പക്കൽ ലോകത്തിലെ ഏറ്റവും വലിയ ലിഥിയം നിക്ഷേപം. നമ്മൾ സെമി കണ്ടക്ടറുകളുടെ രംഗത്തേക്ക് നമ്മൾ കടക്കാൻ പോകുന്നു. സെമി കണ്ടക്ടറുകളുടെ രംഗത്ത് നമുക്ക് വലിയ സ്വാധീനമില്ലാത്തതുകൊണ്ട് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു എന്നത് കണ്ടിട്ട് കേന്ദ്ര സർക്കാർ ഇത്തരം ഫാബുകൾക്ക് വലിയ പദ്ധതി ഉണ്ടാക്കുന്നു. ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വലിയ ഫാക്ടറികളിൽ സെമി കണ്ടക്ടർ രംഗത്തേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ആ രംഗത്തേക്ക് വരുന്നു. ചൈനയ്ക്കെതിരായി ഉള്ള പാക് സിലിക്ക കരാറിൽ ഒപ്പുവെക്കുന്നു. ഇത് രണ്ടും നമ്മൾ ആലോചിക്കണം. ഇപ്പോഴാണ് സോനം വാങ്ചുക് എന്ന് പറയുന്ന ഇപ്പോഴത്തെ വലിയ ഹീറോ, ഇയാൾ ലഡാക്കുകാരനാണ്, ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകനാണ്. ഇയാൾ പെട്ടെന്ന് പറയുന്നു, അതായത് ഭരണഘടനയുടെ 6th ഷെഡ്യൂളിൽ 6ാം പട്ടികയിൽ ലഡാക്കിനെ ഉൾപ്പെടുത്തണം. എന്താണ് 6ാം പട്ടിക? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 244(2) അനുച്ഛേദം 244(2) പ്രകാരമാണ് 6ാം പട്ടികയിൽ പെടുത്തുന്നത്. അതായത് ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം തുടങ്ങിയ ഗോത്രവർഗങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ ചില പ്രദേശങ്ങൾ 6th ഷെഡ്യൂളിൽ പെടുത്തും. എന്ന് പറഞ്ഞാൽ ആ ഗോത്ര വിഭാഗങ്ങൾക്ക് അവർക്ക് വേണ്ടിയുള്ള ചില പ്രാദേശിക സിവിൽ നിയമങ്ങൾ ഉണ്ടാക്കാനും ഭൂമി, ധാതുക്കൾ ഇവയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും പറ്റും. അതായത് അപ്പോൾ 6ാം പട്ടികയിൽ പെടുത്തണം. ലഡാക്കിൽ ഒരു തരത്തിലുള്ള ഖനനവും പാടില്ല. ലഡാക്കിൽ എന്താ ഖനനം ചെയ്യുന്നത്? ലിഥിയം നമ്മൾ ഖനനം ചെയ്താൽ ചൈനയ്ക്ക് ഇപ്പോൾ ഈ സെമി കണ്ടക്ടർ രംഗത്ത് ഉള്ള സ്വാധീനം ഇല്ലാതാവും. ഇന്ത്യ അതിന് മുകളിൽ വരും. അപ്പോൾ അവിടെ പെട്ടെന്ന് ലഡാക്ക് കേന്ദ്രഭരണ പ്രദേശമാണ്. കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്കിനെ 6th ഷെഡ്യൂളിൽ പെടുത്താൻ പറ്റില്ല. സംസ്ഥാനമാക്കണം. സംസ്ഥാനമാക്കിയിട്ട് 6th ഷെഡ്യൂളിൽ പെടുത്തണം. അങ്ങനെ വന്നാൽ ഗോത്ര നിയമപ്രകാരം അവിടെ
ഒരു ഖനനവും നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പച്ച മലയാളം എന്താ? നമ്മുടെ 40 ലക്ഷം കോടി രൂപ വിലമതിക്കുന്ന ലിത്തിയം ലഡാക്കിൽ കണ്ടെത്തിയത് മൈൻ ചെയ്യാൻ പാടില്ല. സോനം വാങ്ചുക്കിൻ്റെ ആവശ്യമാണ്. ഇതിനാണ് അയാൾ ലഡാക്കിന് സ്വയംഭരണം വേണം എന്നാവശ്യപ്പെട്ട് സമരം നടത്തിയത്. ചെറുപ്പക്കാരെ കുത്തിത്തിരിപ്പുണ്ടാക്കി രംഗത്തിറക്കി വലിയ സംഘർഷം, വയലൻസ്, ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന പോലെ വയലൻസ് ഉണ്ടായി. അവസാനം വെടിവെപ്പ് നടന്നു, 5 പേർ മരിച്ചു. ഇയാൾ 170 ദിവസം ജയിലിൽ വരുന്നു. ആ സമരം തീർന്നു. ആർക്ക് വേണ്ടിയായിരുന്നു സമരം? നമ്മൾ നോക്കുമ്പോൾ ലഡാക്കിന് സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഗുണഭോക്താവ് ആരാണ്? ബെനിഫിഷ്യറി ആരാണ്? ചൈന. ഇതാണ് സോനം വാങ്ചുക്ക് പിന്നീട് പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു ചുമ്മാ അതാണ്, അങ്ങനെയൊന്നും അല്ലാന്ന്, അത് ഒരു കൊമേഡിയൻ്റെ റീലിൽ കണ്ടിച്ചെടുത്താണ്. അല്ല, പച്ചക്കള്ളമാണ്. സോനം വാങ്ചുക്ക് പറയുന്നുണ്ട്, ചൈന അവർ ഇങ്ങോട്ട് കയറി വന്നാൽ ഞങ്ങൾ എതിർക്കാൻ പോവില്ല. ആര്? ഞങ്ങൾ ലഡാക്കികൾ. ലഡാക്ക് ഇയാളുടെ അപ്പൻ്റെ വകയാണെന്ന് ഇയാളുടെ ധാരണ. ഇവിടെ ചില ആളുണ്ടോ, ഞങ്ങൾ മലയാളികൾ BJPയെ സമ്മതിക്കത്തില്ല, BJP വളരെ സമ്മതിക്കും. എല്ലാ മലയാളികളുടെയും തന്തയാണ് ഈ പറയുന്നവൻ. അല്ലല്ലോ എന്ന് പറയുന്ന പോലെ ഞങ്ങൾ ലഡാക്കികൾ എന്ന് പറഞ്ഞ് ഇയാൾ ചൈനയുടെ വിധേയത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഇയാൾക്ക് വിദേശ ധനസഹായം കിട്ടുന്നുണ്ടായിരുന്നു. ഈ വിദേശ ധനസഹായം ചൈനയിൽ നിന്നുൾപ്പെടെ കിട്ടുന്നുണ്ടായിരുന്നു. അത് ക്രമക്കേട് കണ്ടെത്തിയതിനെ തുടർന്ന് FCRA ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. ആര് റദ്ദാക്കി? മോദിയുടെ സർക്കാർ. മോദിയോടുള്ള പകയ്ക്ക് ഇതിലേറെ കാരണങ്ങൾ വേണോ? ഒന്നത്, സോനം വാങ്ചുക്ക് എവിടെയുണ്ടോ അവിടെ കലാപമുണ്ടാകും. ഇത് ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു പ്രയോഗമാണ്. ഇയാൾ വലിയ അപകടകാരിയായ ചൈനീസ് ഫണ്ടഡായിട്ടുള്ള ഒരു രാജ്യവിരുദ്ധനാണ്. അയാളാണ് ദില്ലി കലാപം ഇപ്പോൾ കത്തിക്കുന്നത്, പാറ്റാ സമരം കത്തിക്കുന്നത്. അയാൾ വന്നപ്പോഴേ ഇത്തരം ചില കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നതിൽ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള സംശയം വേറെ, അതവിടെ നിൽക്കട്ടെ. ഇനി മറ്റൊന്ന്, 2008 ബീജിംഗ് ഒളിമ്പ്യാഡ് നടക്കുമ്പോൾ അന്നത്തെ ചൈനീസ് വൈസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ഇപ്പോഴത്തെ പ്രസിഡന്റ് അന്ന് വൈസ് പ്രസിഡൻ്റാണ്, ഇന്ത്യയിൽ നിന്നൊരു സംഘം പോയി. സോണിയാഗാന്ധിയുണ്ട്, മൻമോഹൻ സിംഗ് ഭരിക്കുന്നു. സോണിയാഗാന്ധി അതിൻ്റെ പ്രധാനമന്ത്രിയുടെ തലയ്ക്ക് മുകളിൽ ഒരു കസേരയിട്ട് നാഷണൽ അഡ്വൈസറി കൗൺസിൽ എന്ന പേരിൽ സൂപ്പർ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് അമ്മയും മകനും കൂടി ചൈനയിൽ പോയി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCPയുമായി ഒരു കരാർ ഒപ്പുവെച്ചത് ഷീ ജിൻ പിങ്, ഇന്നത്തെ ചൈനീസ് പ്രസിഡന്റ്, അന്ന് വൈസ് പ്രസിഡന്റ്. എന്താണ് കരാർ? പരസ്പരം വിവരം കൈമാറും. എന്ത് വിവരം? കോൺഗ്രസും ചൈനീസ് പാർട്ടിയും തമ്മിൽ എന്ത് വിവരം കൈമാറുക? രാജ്യത്തെ വിവരങ്ങൾ. ഇങ്ങനെ സ്വന്തം രാജ്യത്തെ വിവരങ്ങൾ മറ്റൊരു രാജ്യത്തിന് കൈമാറുന്നതിന് പറയുന്ന പേരെന്താണ്? ചാരപ്പണി അല്ലേ? ഇന്ത്യയിലെ വിവരങ്ങൾ എന്ത് വിവരമാണ് കോൺഗ്രസ് എന്ന പാർട്ടി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കൈമാറേണ്ടത്? ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ സർക്കാരാണ്. നോക്കൂ, കോൺഗ്രസ് അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്, ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങളിലും സ്വാധീനമുണ്ട്. അങ്ങനെയുള്ളൊരു പാർട്ടിയുമായി എന്തിനാണ് ഇവരെ കരാറെത്തുന്നത്? ഇപ്പോൾ നമ്മുടെ വളരെ വിദൂരമായ ഒരു ഗ്രാമം, അല്ലെങ്കിൽ തിരുനെൽവേലി ജില്ല തമിഴ്നാട്ടിൽ ഇരിക്കുന്ന കൂടംകുളം പ്ലാന്റ് റഷ്യൻ സഹായത്തോടെ USSRൻ്റെ കാലത്ത് ആരംഭിച്ച്, അപ്പോൾ അത് റഷ്യൻ സഹായത്തോടെ പ്രവർത്തിക്കുന്ന റിയാക്ടറാണ്. അതിൻ്റെ ഒരു ചിത്രം ചൈനയ്ക്ക് വേണം. കോൺഗ്രസ് പാർട്ടിയായിട്ട് കരാറുണ്ട്. കോൺഗ്രസിനോട് ആവശ്യപ്പെടുകയാണ് അവിടുത്തെ ഒരു ഫോട്ടോ, ലേറ്റസ്റ്റ് ഇന്നത്തെ ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ അത്തരം ഒരു മെസ്സേജ് തമിഴ്നാട് പ്രദേശ് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിന് പോകുന്നു, അവിടുന്ന് താഴത്തോട്ട് പോകുന്നു, ബൂത്തിൽ വാർഡിൽ പോകുന്നു. വാർഡിലെല്ലാം അവരുടെ പാർട്ടി ഉണ്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു പടം എടുത്താൽ നിമിഷ നേരം കൊണ്ട് അത് ചൈനയ്ക്ക് കിട്ടും. എന്തുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ നെറ്റ്വർക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയായിരുന്ന പാർട്ടിയുമായി ചേർന്ന്, കോൺഗ്രസ് പാർട്ടിയുമായി ചേർന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ, ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ, ഇന്ത്യക്കകത്തെ വിവരങ്ങൾ, നമ്മുടെ താവളങ്ങൾ, നമ്മുടെ സൈനിക താവളങ്ങൾ, നമ്മുടെ പവർ സ്റ്റേഷനുകൾ, നമ്മുടെ ഡാമുകൾ, ഇവയുടെയൊക്കെ വിവരങ്ങൾ വേണമെങ്കിൽ ഈ കരാർ പ്രകാരം ചൈനയ്ക്ക് ഈസി ആയിട്ട് ലഭിക്കാൻ പറ്റും. ആ കരാർ രാഹുൽ ഗാന്ധി ചൈനയുമായിട്ട് ഒപ്പുവെച്ചു. രാജ്യവിരുദ്ധ കരാർ. തീർന്നില്ല, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനുണ്ട്, കോൺഗ്രസിൻ്റെയാണ്. അതിന് സാമ്പത്തിക സഹായം കൊടുത്തത് ആരാണ്? 180 കോടി എന്നാണ് കണക്ക്. സാമ്പത്തിക സഹായം കൊടുത്തത് ചൈന ഫണ്ട് ചെയ്തു.
എന്നു മാത്രമല്ല അതിൻ്റെ കണക്കുകൾ കൃത്യമല്ല എന്ന് കണ്ട് 2022 കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അതിൻ്റെ RGFൻ്റെ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ്റെ FCRA ലൈസൻസ് റദ്ദാക്കി. ഇനി ദോക്ലാം അതിർത്തിയിൽ ദോക്ലാമുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭടന്മാരും ചൈനീസ് ഭടന്മാരും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ 2017 സംഘർഷമുണ്ടായ ഉടൻ രാഹുൽ ഗാന്ധി ചൈനീസ് എംബസി സന്ദർശിച്ചു. ഇത് BJP ആരോപണം ഉന്നയിച്ചു. കോൺഗ്രസ് പാർട്ടി പറഞ്ഞു ഇല്ലല്ലോ പച്ചക്കള്ളം പറയുകയാണ്, അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യയിലെ അംബാസഡറായ സൂൻ വെയ് ഡോങ് ഔദ്യോഗികമായിട്ട് പറഞ്ഞു രാഹുൽ ഗാന്ധി ഇവിടെ വന്നിരുന്നു. ഇന്ത്യൻ സൈന്യവും ചൈനീസ് പട്ടാളവും തമ്മിൽ അതിർത്തിയിൽ ദോക്ലാമിൽ സംഘർഷമുണ്ടായപ്പോൾ എന്തു സംസാരിക്കാനാണ്, എന്തു വിവരം പറഞ്ഞു കൊടുക്കാനാണ് രാഹുൽ ഗാന്ധി ചൈനീസ് എംബസിയിൽ ചെന്നത്? ഉത്തരവില്ല. കരാറുണ്ട്, 2008 കരാർ ഓർക്കൂ. ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ കൊടുക്കണം. അപ്പോൾ ഇന്ത്യയിൽ ഈ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിലെ ജനവികാരം എന്താണ്, ഇന്ത്യൻ സൈന്യം എന്ത് ചെയ്യും? രാഹുൽ ഗാന്ധിക്കും ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞില്ലേ, എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ എന്നെ അറസ്റ്റ് ചെയ്ത പോലീസുകാർ എൻ്റെ കാതിൽ പറഞ്ഞു, രാഹുൽ ജി എങ്ങനെയെങ്കിലും മോദി സർക്കാരിനെ ഒന്ന് ഇറക്കി വിടൂ എന്നാണ് പറഞ്ഞതെന്ന്. അങ്ങനെയൊന്നുമില്ല, അവർ നല്ല കായും പൂവൊക്കെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കേട്ടത്. ഈ പൊന്നുമോൻ ഇവിടെ വന്നത് കാരണമാണല്ലോ ഞങ്ങൾക്ക് ഈ പണി വന്നത് എന്ന് പറഞ്ഞ് പറഞ്ഞത് ചിലപ്പോൾ കാത് പൊട്ടുന്ന ആസിഡ് വാഷ് ചെയ്യേണ്ട വർത്താനം പറഞ്ഞു. പക്ഷേ ഇയാൾ പറയുന്നത് മോദിജിയെ ഒന്ന് ഇറക്കി വിട്ട് തരുമോ രാഹുൽ ജി എന്ന് ചോദിച്ചു അത്രേ. ഇന്നാളെ അയാൾ ഇതിൻ്റെ വേറെ വർഷം പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ സുപ്രീം കോടതി ജഡ്ജിമാർ, ഇലക്ഷൻ കമ്മീഷണർ, ഇയാൾ ഇലക്ഷൻ വോട്ട് ചോരി നടന്നു പറഞ്ഞ ഇലക്ഷൻ കമ്മീഷണർ, IB-യിലെ ഉദ്യോഗസ്ഥർ, പോലീസിലെ ഉദ്യോഗസ്ഥർ, പട്ടാളത്തിലെ ഉദ്യോഗസ്ഥർ എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറയുന്നു, രാഹുൽ ജി മോദി ഒന്ന് ഇറക്കിത്തരൂ. എന്തൊരു ഊളയാണ് ഇയാൾ. ഇങ്ങനെയൊക്കെ പറയാമോ? ഇനി പറയുന്നുണ്ടെങ്കിൽ തന്നെ, സുപ്രീം കോടതി ജഡ്ജിമാർ പറയുന്നുണ്ടെങ്കിൽ തന്നെ പറയാമോ? ബോധം വേണ്ടേ മനുഷ്യന്? നിൽക്കട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ചൈനയുടെ താല്പര്യങ്ങൾ വളരെ വ്യക്തമാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധി പലപ്പോഴും പറയും ചൈന ഇന്ത്യയുടെ കുറേ പ്രദേശം പിടിച്ചെടുത്തിട്ടുണ്ട്, അത് കേന്ദ്ര സർക്കാർ പറയുന്നില്ല. ഇത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, രാഹുൽ ഗാന്ധി ചൈനീസ് പക്ഷപാതിയാണെങ്കിൽ നമ്മുടെ സ്ഥലം പിടിച്ചെടുത്തു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ചൈനയെ കുറ്റപ്പെടുത്തുന്നതല്ലേ? അല്ല. ഇപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളുടെ കയ്യിലാണ് ഒരു കാർ ഇരിക്കുന്നത്, നിങ്ങൾ ആ കാറ് പിടിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ കസ്റ്റഡി നിങ്ങളുടെ കയ്യിലാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ക്ലെയിമുണ്ട്, അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ചൈനയുടെ ഇന്ന ഭാഗങ്ങൾ ചൈന ഇന്ത്യയുടെ പിടിച്ചെടുത്തു എന്ന് രാഹുൽ ഗാന്ധി അങ്ങ് പറയുന്നു. ചൈന പറയുകയാണ്, ഞങ്ങളുടെയാണ് ആ സ്ഥലം, നിങ്ങളുടെ നേതാവ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്ര വർഷമായിട്ട് ഞങ്ങളുടെ കയ്യിലാണെന്ന്. അങ്ങനെ ഒരു അവകാശവാദം ഉണ്ടാക്കി കൊടുക്കലാണ് വളരെ തന്ത്രപൂർവ്വം ചെയ്യുന്നൊരു കാര്യം. ഇനി നോക്കൂ, ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നു? 72,000 കോടി രൂപ മുടക്കി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ നമ്മുടെ കര, നാവിക, വ്യോമത്താവളങ്ങൾ ഉണ്ടാക്കുന്നു. മിലിറ്ററി ബേസ്, നേവൽ ബേസ്, എയർ ബേസ് ഉണ്ടാക്കുന്നു. വലിയ ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് ഉണ്ടാക്കുന്നു. 72,000 കോടി രൂപയുടെ പദ്ധതിയാണ്. രാഹുൽ ഗാന്ധി എതിർക്കുന്നു. രാഹുൽ ഗാന്ധി അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കുന്നു, പത്രസമ്മേളനം നടത്തുന്നു, സോണിയാഗാന്ധി ലേഖനം എഴുതുന്നു. എന്താ കാര്യം എന്നറിയാമോ? ചൈന ഇടയ്ക്ക് ഭീഷണിപ്പെടുത്തുമല്ലോ, ബംഗ്ലാദേശ് വരെ ഭീഷണിപ്പെടുത്തി. അവിടെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സിലിഗുരി കോറിഡോർ 22 കിലോമീറ്ററുള്ള ചിക്കൻ നെക്ക് അത് മുറിച്ച് കളഞ്ഞാൽ ഇന്ത്യക്ക് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടും എന്ന് പറയാറില്ലേ? അതിന് പല മറുവഴികൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. മ്യാൻമർ, റഖൈൻ വഴിയുള്ള സിദ്വേ തുറമുഖം വരെ പോകുന്ന കാലദാൻ മൾട്ടി ട്രാൻസിറ്റ് പ്രോജക്റ്റ് നമ്മുടെ ഒരു പദ്ധതിയാണ്. അതുപോലെ നമ്മുടെ ഒരു പദ്ധതിയാണ് നമ്മൾ നിക്കോബാർ ഐലൻഡ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് പ്ലാൻ ചെയ്യുന്ന ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട്. ഒപ്പം നമ്മുടെ മിലിറ്ററിക്ക്, നേവിക്ക്, എയർബേസിന് ചൈനയുടെ മൂക്കിന് താഴത്ത് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നറിയോ? ചൈനയുടെ ഇറക്കുമതി അസംസ്കൃത എണ്ണ ചരക്കുകൾ 80% കടന്നു പോകുന്ന മലാക്ക സ്ട്രൈറ്റ് വഴിയാണ്. ഹോർമുസ് സ്ട്രൈറ്റ് പോലെ മലാക്ക സ്ട്രൈറ്റ്. അതിൻ്റെ വാതിക്കലാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്റ്റ് വരുന്നത്. എന്ത് വരുന്നു? മലാക്ക കടലിടുക്കിൽ നമ്മുടെ ആർമി വരുന്നു, ആർമി ബേസ് വരുന്നു, നേവൽ ബേസ് വരുന്നു, എയർ ബേസ് വരുന്നു. വേണ്ടി വന്നാൽ ചൈന ഒരുപാട് കളിച്ചാൽ
നമ്മൾ മലാക്ക കടലിടുക്ക് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ചൈന പട്ടിണി കിടക്കും, എണ്ണ വരത്തില്ല, ഭക്ഷ്യ എണ്ണ, അസംസ്കൃത എണ്ണ വരത്തില്ല, ഇറക്കുമതി നടക്കത്തില്ല. ചൈനയ്ക്ക് ബാഹ്യ ലോകവുമായി കടൽ വഴി ബന്ധപ്പെടാനുള്ള മാർഗമാണ് മലാക്ക കടലിടുക്ക്. അത് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ രാഹുൽ ഗാന്ധി തടയുന്നു. ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് നോക്കൂ. യാദൃശ്ചികമാണോ? യാദൃശ്ചികമല്ല. ഇപ്പോൾ പെട്ടെന്നുണ്ടായിരിക്കുന്നത് ഇന്ത്യക്ക് ലിഥിയത്തിൻ്റെ കാര്യത്തിൽ സ്വയം പര്യാപ്തത ഉണ്ടാക്കുന്ന വ്യവസ്ഥയുടെ ഭാഗമായി നമ്മൾ പാക് സിലിക്ക കരാറിൽ ഫെബ്രുവരിയിൽ ഒപ്പുവെച്ചു. അതേ തുടർന്ന് ചൈന ദേഷ്യത്തിലാണ്, ചൈന ആശങ്കയിലാണ്. ദേഷ്യത്തിൽ എന്ന് പറയുന്നതിനേക്കാളും പ്രധാനം ആശങ്ക എന്ന് പറയുന്നതാണ്. അപ്പോൾ രാഹുൽ ഗാന്ധി, സോനം വാങ്ചുക്ക് അടക്കമുള്ളവർ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ പാറ്റകളുടെ പേരിലുള്ള ഈ സമരത്തിന് സർവാത്മന പിന്തുണ പ്രഖ്യാപിച്ച് വരുന്നത് യാദൃശ്ചികമാണോ? ആർക്ക് വേണ്ടിയിട്ടാണ്? ആലോചിക്കണം. നമ്മൾ കാണാത്ത ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ CAA എന്നൊക്കെ പറയുന്നതിനേക്കാളും ഉപരി CAAയ്ക്കും താല്പര്യമുണ്ട്. കാരണം അമേരിക്കയുടെ ഒരുപാട് താല്പര്യങ്ങൾക്ക് എതിരാണ് നമ്മൾ. പക്ഷേ CAA മാത്രമല്ല ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നത്. എല്ലാം CAA എന്ന് പറയുന്നത് ശരിയല്ല. ഇതിനകത്ത് ഇസ്ലാമിസ്റ്റുകളുണ്ട്, ഖലിസ്ഥാൻവാദികളുണ്ട്, ചൈനീസ് താല്പര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിൽ നിന്ന് ഇതൊന്നും ഞാൻ ഭാവനയിൽ നിന്നുണ്ടാക്കിയതല്ല. അക്കമിട്ട് വസ്തുതകൾ എണ്ണി പറഞ്ഞതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്തിനാണ് വളരെ പെട്ടെന്ന് സോനം വാങ്ചുക്ക് വന്നിട്ട് അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന യുവാവ് ഒരു സറ്റയറായിട്ട് ആരംഭിച്ച സോഷ്യൽ മീഡിയ പേജ് ഒരു മൂവ്മെൻ്റാക്കി മാറ്റാൻ ശ്രമിച്ച് 20 ദിവസമായിട്ട് അതൊന്നും സംഭവിക്കാത്ത പരാജയപ്പെട്ടപ്പോൾ ഇയാൾ ലഡാക്കിൽ നിന്ന് പറന്ന് വന്ന് നിരാഹാരം ഇരിക്കുന്നത് എന്തിനാണ്? ഇപ്പോൾ അയാൾ ആവശ്യപ്പെടുന്നത് എന്താണ്? ഞാൻ നിരാഹാരം അവസാനിപ്പിക്കാം, പക്ഷേ ഈ പിള്ളേരുടെ പേരിൽ ഒരു കേസ് കൊടുക്കരുത്. 200ഓളം പോലീസുകാരെ ആക്രമിച്ച, കോടിക്കണക്കിന് രൂപയുടെ പൊതുമുതൽ നശിപ്പിച്ച, സ്ത്രീകളെ, വനിതാ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരെ ആക്രമിച്ച, നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, രേഖ ശർമ്മ എന്ന പേരുള്ള 4 മാസം ഗർഭിണിയായ ഡൽഹി പോലീസിലൊരു ASIയുടെ വയറിന് കല്ലുകൊണ്ടിടിച്ച, സമാധാനപരമായി സമരം നടത്തുന്ന, വാഹനങ്ങൾ കത്തിക്കുന്ന, വാളുകളും മഴുവുമായി ഇറങ്ങുന്ന ഇവരെ കേസെടുക്കാതെ വിടണം. ആർക്ക് വേണ്ടിയാണ് ഈ സമരം? രാജ്യത്തെ തകർക്കാനാണ്. ഇന്ത്യ വികസിക്കുന്നത് തടയാൻ വേണ്ടി വിദേശ ശക്തികളുടെ പണം വാങ്ങി ഇറങ്ങിയിരിക്കുന്ന ലോബിയാണ് ഇതിന് പിന്നിൽ, ഒരു സംശയവുമില്ല. ഏതായാലും ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ഞാൻ അല്പം സമയമെടുത്തു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി ബോധ്യപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയ്തത്. ഏതായാലും ഇന്ത്യ ലൈവ് കാണുന്നതിന് നന്ദി. കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് വളരെ പ്രധാനപ്പെട്ട വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങളുടെ പരമാവധി സുഹൃത്തുക്കൾക്ക് ഡൗൺലോഡ് ചെയ്യാതെ ലിങ്ക് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പരമാവധി ആളുകളെ കൊണ്ട് നമ്മുടെ ചാനൽ ഇതൊക്കെ പറയാൻ ഞങ്ങളല്ലാതെ മറ്റാരുണ്ട്? പിണറായി വിജയൻ്റെ പരസ്യം പോലെ ഉണ്ടല്ലേ. ഏതായാലും ഞങ്ങളിത് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി എടുത്ത് ചെയ്യുന്നുണ്ട്. പരിമിതമായ സൗകര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ ഇന്ത്യ ലൈവിന്. പക്ഷേ ആ പരിമിതമായ സൗകര്യങ്ങളെടുത്ത് പരമാവധി രാജ്യ താല്പര്യത്തിനനുസരിച്ച് പോകാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ട് വേണം, നിങ്ങളുടെ സഹായം വേണം, നിങ്ങളുടെ പിന്തുണ വേണം. അത് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും കഴിയുന്നവർ നമ്മുടെ ജോയിൻ ബട്ടൺ കൂടി അമർത്തിയും സഹായിക്കണം.